സഖാവ് കരുണൻ സിന്ദാബാദ്, സഖാവ് കരുണൻ സിന്ദാബാദ്, സിന്ദാബാദ് സിന്ദാബാദ്, സഖാവ് കരുണൻ സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, വർഗീയവാദികൾ മൂർദാബാദ്, വർഗീയവാദികൾ മൂർദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, സഖാവ് കരുണൻ സിന്ദാബാദ്, സഖാവ് കരുണൻ സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, വർഗീയവാദികൾ മൂർദാബാദ്, വർഗീയവാദികൾ മൂർദാബാദ്, വർഗീയവാദികൾ മൂർദാബാദ്, വർഗീയവാദികൾ മൂർദാബാദ്. നമ്മളോട് മാറാൻ പറഞ്ഞു. ആ മുറിയിൽ വേറെ ആരോ വരുന്നുണ്ടത്രേ. ക്ഷമിക്കണം സാർ, ആ VIP റൂം ആയിരുന്നു സാറിന് തന്നത്. അപ്പോഴാണ് ആ യോഗ്യന്റെ വരവ്. ആരെ? ആ സഖാവ് കരുണൻ. കണ്ട ചെറുമച്ചാളെ കിടന്നവനാ. ഇപ്പൊ അവന് AC റൂമിൽ കിടന്നാലേ ഉറക്കം വരും. അവനെപ്പോഴാരാ? സാറിനറിയോ ആളെ? അയ്യോ, അദ്ദേഹത്തെ പറ്റി ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ക്ഷമിക്കണം സാർ. അദ്ദേഹം ഇപ്പൊ ഭരണകക്ഷിയുടെ വലിയ ആളാ. അധികാരം കയ്യിൽ കിട്ടിയെന്ന് കരുതി നിങ്ങൾ തെരുവിൽ കൂത്താടാൻ തുടങ്ങിയാൽ നമുക്ക് കയറിയതുപോലെ തന്നെ ഇറങ്ങേണ്ടി വരും. ഇതൊരുവിധം ഞാൻ പറഞ്ഞൊതുക്കിയിട്ടുണ്ട്. മേലിൽ ഇത്തരം തമ്മാടിത്തരങ്ങൾ ആവർത്തിക്കരുത്. ബാക്കി കാര്യം കുട്ടികൃഷ്ണൻ ഇവിടെ നിൽക്കട്ടെ, ഞാൻ പറയാം. മറ്റുള്ളവർ പോയിക്കോളൂ. ആരിത്? ദേവനോ? താൻ ഇവിടെ? ഞാൻ ഈ മുറിയിലായിരുന്നു. VIP വന്നപ്പോ അപ്പുറത്തേക്ക് മാറി. നോ നോ, തന്നെ കണ്ടിട്ട് എത്ര നാളായിടോ? നമുക്ക് വിശദമായിട്ട് സംസാരിക്കണം. എനിക്ക് ചെറിയൊരു പ്രശ്നം തീർക്കാനുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. രാഷ്ട്രീയക്കാരെ പറ്റി പൊതുജനങ്ങൾക്ക് ചില ധാരണകളൊക്കെ ഉണ്ട്. ഏവൻ എന്നെ അങ്ങനെ കണക്കാക്കരുത്. ഇല്ല, ഉള്ളവരിൽ നിന്ന് പിടിച്ചെടുക്കാതെ തന്റെ പാർട്ടിയിലേക്ക് എവിടുന്ന കാശ്? തറവാട്ട് മുതലെടുത്ത് ചെലവാക്കാൻ തന്റെ കാശില്ലല്ലോ. ജനാധിപത്യമല്ലേ, ചെലവുണ്ടാകും. ഇതാ വാങ്ങിക്കേ. വലത്തെ കൈ കൊണ്ട് വാങ്ങിക്കേ. ഓക്കെ. ഇത് വെച്ച് തന്റെ സമുദായക്കാർ ഒരു പീഡിത സംഘമാണെന്ന് ഞാൻ വാദിച്ചാൽ ജനങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തും. കാരണം ഇന്ത്യയിലെ ഭൂവുടമകളും ജനപ്രതിനിധികളും ഭൂരിപക്ഷവും സവർണരാണ്. വടക്കൻ സംസ്ഥാനങ്ങളിൽ ദിവസവും അധകൃത വർഗത്തിൽപ്പെട്ടവരെയും ഹരിജനങ്ങളെയും മേൽജാതിക്കാർ കൂട്ടക്കൊല ചെയ്യുന്ന കാര്യം തനിക്കറിയാമോ? മനുഷ്യനെ തീയിലിട്ട് ചുടുക കൂടി ചെയ്യുന്നു. കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കണോടോ? അതിലാർക്കും പരാതിയില്ല. കൊറ്റിന് വഴിയില്ലാത്തവരെ തേജോവധം ചെയ്യുന്ന ക്രൂരതയാണ് പൊറുക്കാനാവാത്തത്. ജന്മിത്ത് അവസാനിപ്പിച്ചിട്ട് കാർഷിക മുതലാളിത്തം വായിക്കുന്ന നിന്റെയൊക്കെ വിപ്ലവം. ഒരു വാദപ്രതിവാദത്തിന് എനിക്കിപ്പോ സമയമില്ല. വേണ്ട. കുടിയാനെന്നും പറഞ്ഞ് അറുമുഖൻ അന്യായമായി കൈവശപ്പെടുത്തിയ ഞങ്ങളുടെ വസ്തുക്കൾ തിരിച്ചെടുക്കാൻ താൻ എന്നെ സഹായിക്കുമോ? കടബാധ്യത പലിശയോടെ തീർത്തു കൊടുക്കാം. ആ കേസ് ഇപ്പോഴും കോടതി കിടക്കില്ലേ? അതെ. എന്നാൽ ഞാൻ ശ്രമിക്കാം. മറ്റൊരു കാര്യത്തിൽ കൂടി താൻ എന്നെ സഹായിക്കണം. അന്നത്തെ തിരുവാഭരണ മോഷണ കേസിൽ ഞാൻ ജയിലിൽ പോയ കാര്യം തനിക്കറിയാമല്ലോ. എന്നാൽ ഞാനതിൽ തികച്ചും നിരപരാധിയായിരുന്നു. പിന്നെ ആര്? ഞാൻ എടുക്കാത്ത ആഭരണത്തിന്റെ ഒരു ഭാഗം എന്റെ വീട്ടിൽ നിന്ന് തൊണ്ടിയായി എടുത്തവർ തന്നെയാകും അതിന് പിന്നിൽ. എന്നുവെച്ചാൽ അറുമുഖനും സംഘവും തന്നെ. ആ കേസ് ഒരിക്കൽ കൂടി അന്വേഷിപ്പിക്കാൻ തന്നെ കൊണ്ട് കഴിയൂ? യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ? ഒരു സ്നേഹിതനെന്ന നിലയിൽ നിന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എന്റെ കടമയാണ്. തീർച്ചയായും.